പൊതുവേ ഇപ്പോൾ വിജയുടെ പാർട്ടി എന്ന് പറയുന്നത് വളരെ സമീപകാലത്തുണ്ടായ ഒരു സംഭവമാണ്. അത് ശരിക്കും ഒരു 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 അംഗീകൃത പാർട്ടിയായി നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഓർഗനൈസേഷൻ ലെവലിൽ പരിചയസമ്പന്നരായ എത്ര ആളുകളുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. ഇവരുടെ പരിചയക്കുറവും അതുപോലെ സംഘാടനത്തിനുണ്ടായ പിഴവുമാണ് ഇത്ര വലിയൊരു ദുരന്തത്തിന് കാരണമായത് എന്ന് നമുക്ക് വിശ്വസിക്കാമോ? എസ് കെ ആ തരത്തിൽ തന്നെ വിശ്വസിക്കണം. കാരണം വിജയ് ഇന്ന് പരിപാടി തീരുമാനിച്ചിരുന്നത് രാവിലെ നാമക്കലിലെ പരിപാടി 8:45-നും ഒപ്പം തന്നെ കരൂരിലെ ഈ പരിപാടി ഉച്ചയ്ക്ക് 12:45-നും നടക്കുമെന്നാണ്. അതിന് പിന്നാലെ വിജയ് തന്നെ തൻ്റെ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് ഓരോരുത്തർക്കും ചാർജ് കൊടുക്കുകയാണ്. അങ്ങനെ അവർ പറയുന്ന രീതിയിൽ തന്നെ എല്ലാവരും ഈ ഒരു റാലിയിൽ അല്ലെങ്കിൽ എത്തുന്ന പ്രവർത്തകർ അവർ പറയുന്നത് കേൾക്കണമെന്ന് വിജയ് ആവശ്യപ്പെടുന്നു. പിന്നാലെ ഒരു 12 പോയിന്റുള്ള നിബന്ധന വിജയ് തന്നെ പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത്രയധികം ഒരു സൂക്ഷ്മത ഈ ഒരു കാര്യത്തിൽ പുലർത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ. പക്ഷേ ഇത് പ്രാവർത്തികമാക്കുമ്പോൾ കഴിഞ്ഞ ഓരോ ആഴ്ചയും കഴിഞ്ഞ 2 ആഴ്ച ഇന്ന് രാവിലത്തെ പരിപാടി ഇതിലൊക്കെയും നമ്മൾ നേരിട്ട് കാണുന്നതാണ്. ഒരു തരത്തിലുള്ള ഈ ഒരു നിബന്ധനകളും അംഗീകരിക്കാൻ TVK പ്രവർത്തകർ തയ്യാറല്ല. അതിനെ കൃത്യമായി അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു പാർട്ടി പരിപാടി നടക്കുമ്പോൾ അതിനെ ഒരു അച്ചടക്കത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ അനർത്ഥങ്ങളോ അപകടങ്ങളോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു മെക്കാനിസം TVKക്ക് ഇല്ല എന്നുള്ളത് കഴിഞ്ഞ 2 ആഴ്ചയിലെ പരിപാടിയിലും കണ്ടു, ഇന്ന് രാവിലത്തെ പരിപാടിയിലും കണ്ടു. പ്രത്യേകിച്ച് ഇലക്ട്രിക് പോസ്റ്റിന് മുകളിൽ ഏറ്റവും മുകളിലൊക്കെ കയറി ടവറുകൾക്ക് മുകളിലൊക്കെ കയറിയിരുന്നാണ് ആളുകൾ ഈ പരിപാടി കാണാൻ അല്ലെങ്കിൽ വിജയെ കാണാൻ അദ്ദേഹം പറയുന്നത് കേൾക്കാനൊക്കെ നിൽക്കുന്നത്. ആദ്യ പരിപാടിയിൽ വിജയ് സംസാരിച്ചിരുന്ന ആ മൈക്കിന്റെ വയറ് പൊട്ടിയത് ഒരു പ്രവർത്തകൻ അതിലെ ചാടിക്കടന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് അതിന്റെ വയറ് പൊട്ടുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന പരിപാടിയിൽ രാത്രി കറണ്ട് ആ പ്രദേശത്ത് നഷ്ടപ്പെട്ടതും ഇതേ TVK പ്രവർത്തകരുടെ ഇടപെടൽ കൊണ്ടാണ്. അതിനപ്പുറത്തേക്ക് കോയമ്പത്തൂർ എയർപോർട്ടിൽ TVK പ്രവർത്തകർ ഉണ്ടാക്കിയ നാശനഷ്ടം ഭീമമായിരുന്നു. അവിടെ രോഗികൾക്ക് പോലും അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകാൻ അല്ലെങ്കിൽ ഉറ്റവരെ കാണാൻ വേണ്ടി വിദേശത്തേക്ക് പോകാനിരുന്ന പലർക്കും പരീക്ഷയ്ക്ക് പോകാനിരുന്ന പലർക്കും ഒക്കെ അകത്തേക്ക് കയറാൻ പറ്റാത്ത തരത്തിലേക്ക് വിജയ് പ്രവർത്തകർ അവിടെ ആകെ മൂടുകയും ഒരു തരത്തിലും അവിടെ പോലീസിൻ്റെയോ അല്ലെങ്കിൽ എയർപോർട്ട് അതോറിറ്റിയുടെയോ ഒന്നും നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറാകാതെ വരുന്നു. അപ്പോൾ സംഘാടനത്തിലെ പിഴവ് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം. അവിടെ കൺട്രോൾ ചെയ്യാൻ കൃത്യമായ മെക്കാനിസം ഇല്ല. വിജയ് വരുന്ന വഴികളിലുടനീളം ഇവർ വരുന്നുണ്ട്. പോലീസ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 30 മാർഗനിർദ്ദേശങ്ങൾ നൽകി. അതിൽ TVK പ്രവർത്തകർക്ക് വലിയ അസ്വാരസ്യമുണ്ട്. വിജയ് തന്നെ സർക്കാരിനെതിരെ ഈ നിബന്ധനകൾ ഏർപ്പെടുത്തിയതിനെതിരെയൊക്കെ രംഗത്ത് വരുന്നു. തന്നെ കൺട്രോൾ ചെയ്യുന്നു. താനാകെ 10 മിനിറ്റാണ് സംസാരിക്കുന്നത്. പിന്നെ സർക്കാരിന് എന്താണ് പ്രശ്നം? അങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങൾ വിജയ് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ റാലിയിലേക്ക് വരുന്നത്. ആ പരിപാടിയിൽ കൃത്യമായി അതിൻ്റെ ഒരു ഓർഡർ ഉണ്ടാക്കാൻ, അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ, ആളുകളെ ഏർപ്പെടുത്താൻ, അവിടെ ഒരു അനർത്ഥം ഉണ്ടാകാതിരിക്കാൻ, അപകടം ഉണ്ടാകാതിരിക്കാൻ ഇടപെടേണ്ടത് TVK തന്നെയാണ്. പക്ഷേ അവരുടെ പരിചയക്കുറവ്, നേതാക്കളില്ലായ്മ, അടിത്തട്ടിൽ നേതാക്കളില്ലായ്മ, ഒരു ആരാധക കൂട്ടം എന്നതിന് അപ്പുറത്തേക്ക് അവർ എത്ര കണ്ട് വളർന്നു എന്നുള്ളതൊക്കെയും ഈ ഘട്ടത്തിൽ വലിയ പ്രശ്നമാണ്. അതൊക്കെയും സാരമായി തന്നെ ഇന്നത്തെ അപകടത്തിന് കാരണമായിട്ടുണ്ട് എന്നുകൂടി പറയേണ്ടി വരും. അങ്ങനെ വലിയൊരു അപകടമാണ് നിലവിലിപ്പോൾ ഈ കരൂരിൽ ഉണ്ടായിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12:45 നടക്കേണ്ട പരിപാടിക്ക് വിജയ് എത്തുന്നത് വൈകിട്ട് 7:30 അതിന് പിന്നാലെ വലിയ തിക്കും തിരക്കും, അവിടേക്ക് ആളുകൾ ഇരച്ചെത്തുന്നു. അങ്ങനെ അപകടമുണ്ടാകുന്നു. ഇത്തരത്തിൽ ഇപ്പോൾ 17 പേർ ഗുരുതരമായി ചികിത്സയിലാണ്. അതായത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തോടെ ചികിത്സയിലുള്ളത് 17 പേരായി ഉയർന്നിട്ടുണ്ട്. ഏതാണ്ട് മരണസംഖ്യ എന്തായാലും അല്പം ആശ്വാസമുണ്ട്. കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ കുറച്ചു നേരമായി അതൊരു 32 എന്ന നിലയിൽ നിൽക്കുകയാണ്. നേരത്തെ ഓരോ മിനിറ്റിലും ഇങ്ങനെ മരണസംഖ്യ ഉയരുന്നത് വലിയ ആശങ്കയായിരുന്നു, വലിയ പ്രയാസമായിരുന്നു. പക്ഷേ അതെന്തായാലും ഇപ്പോൾ 32 എന്ന നിലയിലേക്കാണ് കണക്കുകൾ പുറത്തു വരുന്നത്. 17 പേർ ഗുരുതരമായ ചികിത്സയിലാണ്. മതിയായ ചികിത്സ എല്ലാവർക്കും നൽകി വരികയാണെന്ന് മുൻ മന്ത്രിയായിട്ടുള്ള സെന്തിൽ ബാലാജി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹമാണ് ആദ്യം ആശുപത്രിയിൽ എത്തിയത്. അദ്ദേഹമാണ് നിലവിൽ പറയുന്നത്, അതായത് ഈ ആശുപത്രിയിൽ എത്തിയവർക്കൊക്കെ മതിയായിട്ടുള്ള ചികിത്സ നിലവിൽ നൽകുന്നുണ്ട്. അത് ഇനി ഒരു വലിയ മരണസംഖ്യ ഉയരുന്നതിലേക്ക് അത്ര കണ്ട് പേടിക്കേണ്ടതില്ല എന്ന ഒരു വിവരമാണ് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു 32 പേർ മരിച്ച അപകടം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നത്. അതിനപ്പുറത്തേക്ക് മരണസംഖ്യ ഇനി എത്ര കണ്ട് ഉയരുമെന്നറിയില്ല. പക്ഷേ നിലവിൽ എന്തായാലും സ്ക്രീനിലെ പ്രേക്ഷകർ കാണുന്നത് വിജയ് സുരക്ഷ ആവശ്യപ്പെട്ട് കൂടുതൽ ആളുകൾ ഈ റാലിയിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കൂടുതൽ സുരക്ഷ വേണം എന്ന് പോലീസിനോട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച കത്തിൻ്റെ പകർപ്പാണ് ഇപ്പോൾ സ്ക്രീനിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു വിവരം, മുഖ്യമന്ത്രി ഈ കരൂരിലുണ്ടായ ദുരന്തം വിലയിരുത്തുകയാണ്. അദ്ദേഹം നാളെ രാവിലെ
ഈ കരൂരിലെത്തും എന്ന രീതിയിലുള്ള സൂചനകളും വരുന്നു. മാത്രമല്ല ആരോഗ്യവകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അവിടെ എത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ മുൻ മന്ത്രി കൂടിയായ സെന്തിൽ ബാലാജി നേരത്തെ തന്നെ ഈ വേലുച്ചാമിപുരത്ത് എത്തിയിരുന്നു. അദ്ദേഹം ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ കണ്ടിരുന്നു. മാത്രമല്ല അദ്ദേഹം ഏറ്റവും ലേറ്റസ്റ്റായി നടത്തിയ പ്രസ്താവന അനുസരിച്ച് മരണനിരക്ക് നിയന്ത്രണ വിധേയമായി കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് അദ്ദേഹം വാർത്താലേഖകരുമായി അല്പം മുമ്പ് പങ്കുവച്ചത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി അറിയുന്ന വിവരം 32 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ്. ഇതിൽ 6ലധികം സ്ത്രീകളുണ്ട്, ഇതിൽ 9 സ്ത്രീകളുണ്ട് എന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഈ വേലുച്ചാമിപുരത്തു നിന്നും വരുന്നുണ്ട്. എന്തായാലും കരൂരിൽ നടന്ന വൻ ദുരന്തമാണ്. ഈ 10,000 ആളുകൾ പങ്കെടുക്കും എന്ന് കരുതിയ ഈ വിജയുടെ റാലിയിൽ 2.5 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തു എന്ന് ഹിന്ദുവിൻ്റെ RK രാധാകൃഷ്ണൻ അല്പം മുമ്പ് നമ്മൾ പറയുണ്ടായി. ഈ 2.5 ലക്ഷം എന്ന് പറയുന്ന കൃത്യമായ ഒരു നമ്പറിംഗ് നടത്തിയിട്ടുള്ള കണക്കല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആളുകൾ ഈ നാമക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും പോലും ആളുകൾ ഇങ്ങോട്ട് ഒഴുകി വരികയായിരുന്നു അടുത്ത സ്ഥലത്തേക്ക്. അങ്ങനെ വിജയ് ഒരു നോക്ക് കാണുവാനും വിജയുടെ ഈ വർഷങ്ങളായിട്ടുള്ള വിജയുടെ ഈ ഫാൻ ലക്ഷങ്ങൾ, ആരാധക ലക്ഷങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കപ്പുറം അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റാലി വലിയൊരു ജനക്കൂട്ടമായി മാറി, നിയന്ത്രണമില്ലാത്തൊരു വലിയ ജനക്കൂട്ടമായി മാറി. 7:30 മണിയോടെ ആയപ്പോൾ വിജയ് അവിടെ എത്തുന്നു. വിജയ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.